1921 രണ്ടാം സീസൺ തുടങ്ങുന്നത്. ടോമിയുടെയും കുടുംബത്തിൻ്റെയും ലക്ഷ്യം ഇനി ലണ്ടനിലെ വലിയ ക്രിമിനൽ ലോകം പിടിച്ചടക്കുക എന്നതാണ്. ലണ്ടനിലെ ഇറ്റാലിയൻ ഗാങ്സ്റ്ററായ ഡാർബി സാബിനിയും അപ്രതീക്ഷിതവും ബുദ്ധിശാലിയുമായ ജൂത ഗാങ്സ്റ്റർ ആൽഫി സോളമൻസും ടോമിയുടെ പ്രധാന എതിരാളികളായി മാറുന്നു. ലണ്ടനിലെ ക്രൈം ലോകം കീഴടക്കാൻ ടോമി ആൽഫി സോളമൻസുമായി ഒരു സന്ധിയുണ്ടാക്കുന്നു. എന്നാൽ ആ സന്ധി വിശ്വാസമില്ലായ്മയുടെ പുറത്തുള്ള ഒരു താൽക്കാലിക ബന്ധം മാത്രമാണ്. ഈ സീസണിൽ കഥ കൂടുതൽ സങ്കീർണമാകുന്നു. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സ്പെഷ്യൽ ബ്രാഞ്ച് ടോമിയെ ഭീഷണിപ്പെടുത്തി അവർക്ക് വേണ്ടി ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. ഇത് ടോമിയെ വലിയ അപകടത്തിലെത്തിക്കുന്നു. യുദ്ധത്തിൻ്റെ ആഘാതം ടോമിയെ ഇപ്പോഴും വേട്ടയാടുന്നു. അയാൾക്ക് മാനസിക പ്രശ്നങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകുന്നു. ഈ സീസണിൽ ഗ്രേസ് ബർഗസ് വീണ്ടും വരുന്നു. അവർക്കിടയിലുള്ള പ്രണയം വീണ്ടും വളരുന്നു. അവസാനം എപ്സം റേസ് കോഴ്സിൽ വെച്ച് നടക്കുന്ന ഒരു വലിയ പോരാട്ടമാണ്. ടോമി തൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി ലണ്ടനിൽ തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കുന്നു. അവസാന രംഗം കാണിക്കുന്നത് ടോമി കൂടുതൽ ശക്തനും എന്നാൽ കൂടുതൽ ക്രൂരനും ദുഃഖിതനുമായി മാറിയിരിക്കുന്നു എന്നതാണ്.